ഇന്ന് 5 മണിക്ക് ശേഷം മക്കൾ പെൺകുട്ടികൾ വരാണ്ടാണ് വരാണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ പറയണം, അമ്മോട് പറഞ്ഞിട്ടില്ല എന്ന് വരേട്ടാ, ഒരുമിച്ച് പോയതല്ലേ, മരിച്ച വിവരാളെ അറിയിച്ചിട്ടില്ലാന്ന് വന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സുരേഷ് ഗോപി ആള് വന്ന് കണ്ടു പോകുന്നുണ്ട്. ഹോസ്പിറ്റലിലല്ലേ സുരേഷ് ഗോപി അങ്ങനെ കണ്ടു പോകണില്ലേ, അതെനിക്കറിയില്ല. അവർ വീട്ടിൽ ശേഷം എനിക്ക് അറിയില്ല. ചില കാലത്ത് ഒരു എറണാകുളത്തിൽ പോയതാന്ന് പറയണ്ടേ, ഞങ്ങൾ അറിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഈ അപകടം പറ്റിയിടുമ്പോൾ വാർത്തയിൽ വന്നല്ലോ, അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോൾ എന്നെ മരിച്ചു, ആ സ്ഥലത്ത് വെച്ച് എന്നെ മരിച്ചു. എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ള ആളായിരുന്നോ ചാക്കോച്ചേട്ടൻ? ചാക്കോച്ചേട്ടന് മറ്റേന്തോ ഇതിന്റെ പ്രശ്നം, ഇപ്പം എന്തെങ്കിലും വയ്യ ചികിത്സക്ക് പോയതാന്ന് പറഞ്ഞു, എന്താന്ന് അറിയില്ല. അപ്പൊ അവര് കുടുംബം അനിയാനുണ്ട്, കുടുംബം മൊത്തം പിന്നെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുക. ഇന്ന് 5 മണിക്ക് വരും. രണ്ടുപേരും ഒരു സ്ഥലത്താണോ? അതറിയില്ല. ഒരു പേർച്ചയിലായിരുന്നു. മറ്റേ മൂത്ത മോള് 3 ആൺകുട്ടികളെ, മറ്റേ കുട്ടിയെന്ന് അറിയില്ല, കല്യാണം കൊണ്ട് കഴിഞ്ഞിട്ട് പോയത്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ഞാൻ ഇതിലേക്ക് വാർത്തയിൽ കാണണത്. അത് വീട്ടിൽ പോയി ആരോടെ എന്താ ചോദിക്കുക, ആരും ഇല്ലില്ല, ഒന്നും ചോദിക്കാൻ പോയൊന്നുമില്ല. പിന്നെ അമ്മോട് പറയണോ അതറിഞ്ഞിട്ടില്ല. പള്ളിയിൽ ഇവിടെ മുണ്ടൂരി സെൻറ്ററിൽ പള്ളിയുണ്ട്, 10:30 കാലത്ത് വന്ന് പരിപാടി അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. എന്നാലും കണ്ട അവിടെ വെച്ച് തിരുവല്ല വെച്ച് നോക്കുകയും വെച്ചെങ്കിൽ ഞാനിങ്ങനെ കാണിക്കും കൈകൊണ്ട്. അങ്ങനെയുള്ളൊരു സ്നേഹക്കുറവ് ആൾക്കാരൊന്നുമല്ല കേട്ടോ. പിന്നെ അപ്പച്ചനൊക്കെ ഇവിടെ വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ഇവിടെ മനുഷ്യൻ വയ്യാണ്ട് കാണാനൊക്കെ വന്നിട്ട് കാശൊക്കെ കൊടുത്തിട്ട് പോയല്ലോ. ആളിപ്പോൾ മരിച്ചിട്ട് 4 മാസമായിട്ടുള്ളൂ. അങ്ങനെയുള്ള അടുപ്പം പിന്നെ ഇവിടെ അനിയുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ അനിയ, ആളൊക്കെ ആയിട്ട് നന്ദി നാൾ ഇത് ഒരു സെൽഫ് എടുക്കുക എന്നിട്ട് കാറിൻ്റെ അവിടെ നിന്നിട്ട് ആൾ ഉള്ളിലും അനിയൻ പുറത്ത് ചാറ്റാണ്ട് നിന്നിട്ട് ഒരു ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പെരുന്നാൾക്ക് എൻ്റെ മോളുടെ മോൻ വന്നു. നല്ല അടി പൊക്കം, നല്ല തടിയാണ്, ഈ കറുത്തട്ടാ. അപ്പോൾ അവൻ പറഞ്ഞു, പാപ്പ എനിക്ക് അച്ചാച്ച എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഇത് എടുക്കാനാണ്. അപ്പോൾ ചേട്ടൻ നല്ലോണം നോക്കി ഇത്ര വില കണ്ടപ്പോൾ വില ഗുണ്ടകളാവും ചോദിച്ചിട്ടുണ്ടാവും. ആൾ പാവമാണ്, 21 വയസ്സായിട്ടുള്ള വലിയ ചക്കനാണ്. അപ്പോൾ ഞാൻ പറയാം കണ്ടപ്പോൾ നന്നായി സൂക്ഷിച്ച് നോക്കുന്നതാണ്. കൊടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തുനിന്ന് എടുക്കാം ഒരാഗ്രഹം ആളെ കൂടെ നിന്നിട്ട് എടുക്കണം എന്നുള്ളത്. ഇനി ഇവരെ കുറിച്ച് ഇവരിവിടെ എല്ലാ പൊന്നണിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ കുറേ കാലം ആയിട്ട് വന്നിട്ട് അവർ കുറേ കാലം അവിടെ ആഴെങ്കിൽ ആ ഭാഗത്താണ്. പിന്നെ അവർ മേമേരെ ഇവിടെ പുറത്തുള്ളത്, അവരിങ്ങോട്ട് വന്ന് താമസാക്കില്ല. കണ്ടായിട്ട് വേണ്ട ഇത് അച്ചാച്ചനെ കാണാൻ വന്നു. കഴിഞ്ഞ ഒരു വർഷകാലം അവസാനമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നല്ല വലിയ പ്ലാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞു നല്ല ചൂടായി പ്ലാവ് മൂങ്ങൊക്കെ മുറിച്ചപ്പോൾ അവിടെ. അപ്പോൾ ഞാനും പറഞ്ഞു ഇവരോട് ചക്കയുള്ള ഓർമ്മിച്ചല്ല പറഞ്ഞത്, ചക്ക കിട്ടാൻ പ്രിയായി ഇപ്പോൾ പറഞ്ഞു. ചക്ക വേണം, ഞാൻ ഇപ്പോൾ കൊടുന്നേരം ആൾ അപ്പോൾ തന്നെ പോയി ഒരു വലിയ ചക്കയും ഒരു ചെറിയ ചക്കയും ഇടിയും ചക്കയും കൊണ്ടുവന്നു. അച്ചാച്ചന് 500 കൊടുത്തിട്ട് പോയി. അങ്ങനെ ആൾ ഞങ്ങൾക്കൊന്നൊരു ഇത് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ മറ്റാളുടെ പ്രശ്നം ഇന്നിപ്പോൾ അനിയനായിട്ട് അങ്ങനെ ഉണ്ടാറില്ല. അവൻ പോകുമ്പോൾ അച്ചാച്ചൻ വെച്ച് കാണാമെന്നുണ്ടായിരുന്നവൻ, ഞാൻ കണ്ടു അവിടെ ഇരിക്കുമ്പോൾ വന്ന് പോകുന്നു. അങ്ങനെ നമ്മളായിട്ട് ഇവിടെ നാട്ടുകാരല്ലാത്ത കാരണം ഇപ്പോൾ കുറേ എന്നാലും കുറച്ച് കാലമായി ഈ ഇതിൻ്റെ ആളുടെ ഇവിടെ എത്ര നാളായപ്പോൾ ഇവിടെ വീട് വാങ്ങിച്ചത് അവര് പണിതതാ. ചേട്ടൻ്റെ കല്യാണമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം മുണ്ടൂര് ആദ്യത്തെ പള്ളി പണിത ഹാളിലായിരുന്നു. വേറെ കല്യാണത്തിന് ഒരു മോനെ പോയിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ മനോജ് വിജയം വരും, ദിലീപ് ചേട്ടൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഓടിപ്പോയതാണ്. അവൻ അത്ര വലുതായിട്ടില്ല കാണാൻ പോയത്. പക്ഷെ അവൻ വിജയിച്ചില്ല. ഒരു കുട്ടിയുണ്ടെന്ന് പറയുന്നത്, ഒരു മോണ്ട് ഷൈന്. അത് പിന്നെ എന്തായിരുന്നു ആളുള്ളത് എടുത്തടിച്ച് പറയുന്നുള്ളതാണ്. വേറെ നമ്മളത് നേരിട്ട് സംസാരിച്ചിട്ട് കണ്ടിരിക്കാൻ പറ്റില്ലേ. അപ്പം ഞങ്ങൾ സൂക്ഷിച്ച് നോക്കുക. ആ വലിയ കാറും തിരിക്കുമ്പോഴേ അല്ല മറ്റേ കാറിലായാലും അപ്പോൾ ആൾ കൈ കൊണ്ട് കാണിക്കുക. അപ്പം നമുക്ക് അറിയാം ആൾ തന്നെയാണ്. അങ്ങനെ കുഴപ്പമില്ല. ഞാൻ അടിക്കാൻ വഴിക്കൊക്കെ വിളിച്ച് ചെറുപ്പത്തിലാകുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ പറയാം ഒരപ്പത്തിന് അവിടെ മറിച്ചിട്ടുണ്ടാവും. ഇവൾക്കൊരു ഇത് കൊടുക്കുക, ഒരു ചാൻസ് കൊടുക്കുക അറിയില്ല. മോൻ്റെ കുട്ടി ഞാൻ തമാശയ്ക്ക് പറയുന്നു മാത്രം. ആദ്യകുട്ടി എത്രയിലാണ് പഠിക്കണത്? 5ലേക്കായി. തൃശ്ശൂർ സെക്രട്ടേറിയറ്റിൽ പേരെന്താ? വിദ്യാത്മിക. ഇന്നലെ ഞാൻ അവിടെ ആ ചവറൊക്കെ വഴി നിന്നൊക്കെ അടിച്ച് വൃത്തിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നലെ കൊണ്ടുവരുന്ന വിചാരിച്ചു. അപ്പോൾ തൃശ്ശൂർക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഷൊർണ്ണൂരിൽ നിന്നാണ് ഒരു കാര്യം ഭർത്താവും ബൈക്കും വന്നിട്ടൊക്കെ പോകുന്നത്. പിന്നെ എപ്പോഴും കാറുമല്ലേ, രാത്രിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ 1 മണി നേരത്തൊക്കെ വണ്ടികൾ വന്ന് തിരിച്ചു കൊണ്ട് ചാനലേറാണ്. അന്ന് നാളെ പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ നിറച്ച് ചാനലേറാണ്.